إلى حضرة شيخنا مربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشري جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ തിരുവസന്തത്തിൻ്റെ കാലഘട്ടം വന്നിരിക്കുകയാണ്. സമാഗതമായ ഈ വസന്തത്തിൻ്റെ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയെക്കുറിച്ച്, അവിടുത്തെ ബൃഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളുടെ ഉള്ളിൻ്റെ ആത്മാവിൻ്റെ അകങ്ങളിൽ കയറാൻ വേണ്ടി അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്ത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിയായി ഗൗസുൽ-ആലം തങ്ങളുടെ യഥാർത്ഥ മുരീദായി നമ്മളെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. മഹാനരായ മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ തൻ്റെ ഫുതൂഹാത്തുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ മുത്ത് റസൂലുള്ളാഹിയെക്കുറിച്ച്, അതിൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥസാരങ്ങളെക്കുറിച്ച്, സമുദ്രം പോലെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മുത്ത് റസൂലുള്ളാഹിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പലയിടങ്ങളിലായി പറഞ്ഞതിൽ ഒരു ഭാഗം പറഞ്ഞത് അൽ ബാബുൽ ഖാമിസ്, 5-ാമത്തെ അധ്യായത്തിൽ മഹാനവറുകൾ പറഞ്ഞത് ഇന്ന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹുവ ഹാമിലുൽ അസ്മാ, നാമങ്ങളെ ഉയർത്തിപ്പിടിച്ചവരാണെങ്കിൽ, നാമങ്ങളുടെ വാഹകനാണെങ്കിൽ, ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബിക്ക് എല്ലാ ഇസ്മുകളെയും നാമങ്ങളെയും നാം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞ്, ആദം നബി ഇസ്മുകളുടെ വാഹകനാണെങ്കിൽ, പേരിൻ്റെ വാഹകനാണെങ്കിൽ, വ മുഹമ്മദുൻ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഹാമിലു മആനി തിൽക്കൽ അസ്മാ അല്ലത്തി അല്ലമഹല്ലാഹു ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്മുകളുടെ പൊരുളുകളുടെ വാഹകനായിരുന്നു. ഇസ്മിനെ വഹിച്ചവനും ആ ഇസ്മിൻ്റെ പൊരുളുകളെ വഹിച്ചവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതിൽ നാം പറയേണ്ടതില്ല. ആ ഇസ്മുകളുടെ പൊരുളുകളെക്കുറിച്ചാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഊതീതു ജവാമിഉൽ കലിമി, എനിക്ക് വചനങ്ങളുടെ സമാഹാരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ ഇസ്മുകളുടെ പൊരുളുകളെക്കുറിച്ചാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചത് അതിൻ്റെ സത്തയാണ്. സത്ത ലഭിച്ചവനും അതിൻ്റെ നാമം ലഭിച്ചവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വമൻ ഹസല ലഹുദ്ദാത്ത്, ആർക്കാണോ അതിൻ്റെ സത്ത ലഭിച്ചത്, ഉണ്മ ലഭിച്ചത്, ഫൽ അസ്മാഉ തഹ്ത ഹുക്മിഹി, തീർച്ചയായിട്ടും അവിടെ ഇസ്മുകളെ ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. വലൈസ മൻ ഹസലൽ അസ്മാ, ഇസ്മിനെ ലഭിച്ചു കഴിഞ്ഞാൽ യകൂനുൽ മുസമ്മ മുഹസ്സലൻ ലഹു, അവൻക്കൊരു പക്ഷേ അതിൻ്റെ ധാത്തിനെ ലഭിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ذاتിനെ തന്നെയാണ്. ആ ذاتായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്
സഹാബാക്കൾക്ക് കിട്ടിയത് വബിഹാദാ ഫുദ്ദിലത്തി സഹാബത്തു അലൈനാ, സഹാബാക്കൾക്ക് ആ ദാത്തിനെ തന്നെ ലഭിച്ചു. ആ മുത്താകുന്ന ദാത്തിനെ തന്നെ ലഭിച്ചപ്പോ ഫൈന്നഹും ഹസലു അദ്ദാത്ത്, ദാത്തിനെ ആ മുത്തിനെ തന്നെ, പേര് മാത്രമല്ല പേരിൻ്റെ ആ പ്രഭയെയും ആ പ്രഭ ഉൾക്കൊള്ളുന്ന അൽ ജിസ്മുൽ മുഅല്ലമിനെയും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ ഉന്നതരായി മാറി. വലമ്മാറായിന അൽ ഇസ്മ, നമ്മൾ പരിഗണിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അൽ ഇസ്മ, ആ നാമത്തെ ദാത്തിനെ നമുക്ക് ലഭിച്ചില്ല, നമ്മൾക്ക് കിട്ടിയത് ഇസ്മിനെയാണ്. ആ ഇസ്മിനെ നമ്മൾ പരിഗണിച്ചു. മുറാഅത്തിഹി മുദ്ദാത്ത, ദാത്തിനെ ആ സത്തയെ എപ്രകാരമാണോ അവർ പരിഗണിച്ചത്, അതിനെ പോറ്റി വളർത്തിയത്, അതേപോലെ നമ്മൾ ആ ഇസ്മിനെ പോറ്റി വളർത്തുകയും അതിൻ്റെ ഉള്ളിൻ്റെ അകങ്ങളിലേക്ക് ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോഇഫലനാ, നമുക്ക് പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെട്ടു. ലിഹസ്രത്തിൽ ഗൈബത്തില്ലതീ ലം തകുല്ലഹു, അവർക്കുണ്ടായിരുന്നില്ലാത്ത ഗൈബത്താണ്. ആ ഗൈബത്തിൻ്റെ ദുഃഖം നമ്മിലുണ്ട്. അഥവാ മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹുദൂരിയത്ത്, ദാത്ത് കൊണ്ടുള്ള ഹുദൂരിയത്തില്ല എന്നുള്ള ഒരു വിഷയം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഹുദൂരിയത്തുള്ളതുപോലെ പരിഗണിച്ച് അതിൻ്റെ ഇസ്മിനെ പരിപാലിച്ചപ്പോൾ പ്രതിഫലം നൽകപ്പെട്ടു. ഫകാന തളഈഫൻ അലാ തളഈഫ്, ഇരട്ടിപ്പിക്കപ്പെടുകയുണ്ടായി. ഫനഹനുൽ ഇഖ്വാൻ വഹുമുൽ അസ്ഹാബ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാൻ കൊതിച്ചാഗ്രഹം പ്രകടിപ്പിച്ച ഇഖ്വാനുകളാണ് നമ്മൾ. അവരാവട്ടെ മുത്ത് റസൂലുള്ളാഹിൻ്റെ ദാത്തിനെ കണ്ട അസ്ഹാബുമാരുമാണ്. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ലഭിച്ചുവെങ്കിൽ അതിൻ്റെ ദാത്തിൻ്റെ പൊരുളുകൾ അറിയാനെങ്കിലും നമുക്ക് സാധിക്കണം. പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മളൊക്കെ ഓതുന്ന മൗലിദ് കിതാബിലെ ജഅല മുഹമ്മദ് മൗലിദിൽ വളരെ വ്യക്തമായിട്ട് മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രകടമായ, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളതല്ല, പുറത്തുള്ളത് തന്നെയായിട്ടുള്ള മുത്ത് റസൂലുള്ളാഹിൻ്റെ അത്ഭുതകരമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പലതും നമുക്കറിയണത് തന്നെയാണ്. വകാനത്ത് ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുൻ കസീറ, മുത്ത് റസൂലുള്ളാഹിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു. ഫല്ലത്തി ഫീ നഫ്സിഹി, അവിടുത്തെ വിശുദ്ധമായ ശരീരത്തിലുണ്ടായിരുന്ന പ്രത്യേകത മുഅ്ജിസത്തുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് അന്നഹു ലം തഖഅ ദില്ലുഹു അലൽ അർളി, ഭൂമിയിൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ നിഴല് പതിച്ചിട്ടില്ല. ലിഅന്നഹു കാന നൂറൻ, റസൂലുള്ള നൂറായിരുന്നു. ലാഹിറം വബാത്തിന, പ്രത്യക്ഷമായും പരോക്ഷമായും മുത്ത് റസൂലുള്ള ഉള്ളും പുറവും നൂറായതുകൊണ്ട് തന്നെ ഒരിക്കലും നിഴലുണ്ടായിട്ട് തന്നെയില്ല. സർവാംഗീകൃതമായ ഒരു കാര്യമാണത്. വഅമ്മാ മുഅ്ജിസത്തു റഅ്സിഹി, മുത്ത് റസൂലുള്ളാഹിൻ്റെ വിശുദ്ധമായ ശിരസ്സിൻ്റെ തലയുടെ പ്രത്യേകത മുഅ്ജിസത്ത്, കാന സഹാബു യുളല്ലിലുഹു, മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. അവിടുത്തെ ശിരസിൻ്റെ പ്രത്യേകതയായിരുന്നു. വമുഅ്ജിസത്തു ഐനൈഹി, മുത്ത് റസൂലുള്ളാഹിൻ്റെ വിശുദ്ധമായ ശരീരത്തിലുള്ള വിശുദ്ധമായ ആ രണ്ട് കണ്ണുകളുടെ സവിശേഷത
അമാനുഷികത എന്ന് പറയുന്നത് യറാമൻ ഖൽഫഹു, മുമ്പിലുള്ളവരെ കാണാൻ പറ്റും, പിന്നിലുള്ളവരെ കാണാൻ പറ്റും. യറാമൻ ഖൽഫഹു, പിന്നിലുള്ളവരെ കാണാം. കമാ യറാമൻ ഖുദ്ദാമഹു, മുമ്പിലുള്ളവരെ പച്ച കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് പോലെ അതേ കണ്ണുകളെ കൊണ്ട് പിന്നിലുള്ളവരെയും കാണാൻ കഴിയുമായിരുന്നു, തിരിഞ്ഞു നോക്കാതെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ള മുഅ്ജിസത്താണ്. വമുഅ്ജിസത്തു അൻഫിഹി, മുത്തു റസൂലുള്ളാഹിന്റെ മൂക്കിൻ്റെ, വിശുദ്ധമായ മൂക്കിൻ്റെ പ്രത്യേകത കാന യശുമ്മു റായിഹത ജിബ്രീൽ, വഹി ഇറക്കുന്നതിന് വേണ്ടി ആകാശത്ത് നിന്ന് ജിബ്രീൽ വരുന്ന ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാസന റസൂലുള്ളാഹിന്റെ മൂക്കിലൂടെ അനുഭവപ്പെടുമായിരുന്നു. വമുഅ്ജിസത്തു ഷഫത്തിഹി, മുത്തു റസൂലുള്ളാഹിന്റെ ചുണ്ടിൻ്റെ പ്രത്യേകത കുല്ലമാ തഹറകത് ബിദ്ദുആ, ആ ചുണ്ടുകൾ പ്രാർത്ഥന കൊണ്ട് ചലനമുണ്ടാകുമ്പോൾ തഹറകത് കുർസു ഷംസി, സൂര്യഗോളമാണ് ചലിക്കുന്നത്. സൂര്യഗോളത്തിന് ചലനങ്ങളുണ്ടാകും. അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ അധരങ്ങൾ ഒന്ന് മൊഴിയുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ അധരങ്ങൾ ഒന്ന് ചലിപ്പിക്കുമ്പോൾ. വമുഅ്ജിസത്തു സിന്നിഹി, അവിടുത്തെ പല്ലിൻ്റെ പ്രത്യേകത ളാഅത്ത്, അത് പ്രകാശിപ്പിക്കുന്നതാണ്. കശുആഇ, പ്രകാശത്തിൻ്റെ കിരണം പോലെ അതിൻ്റെ കിരണം പ്രവഹിക്കുമ്പോൾ ഹത്താ വുജിദത്തിൽ ഇബ്രത്തു, ഇരുട്ടിൽ വീണ് കിടക്കുന്ന സൂചിയെ പോലും എടുക്കാൻ കഴിയും വിധത്തിലുള്ള പ്രകാശം പരത്തുന്ന പല്ലായിരുന്നു മുത്ത് റസൂലുള്ളാഹിന്റെ പല്ല്. വമുഅ്ജിസത്തു ലിസാനിഹി, മുത്ത് റസൂലുള്ളാഹിന്റെ നാവിൻ്റെ സവിശേഷത അന്നഹു ഖാല, ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലബ്ബി, ഉടുമ്പിനോട് പറഞ്ഞു, മൻ അനാ, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഖാല, ഉടുമ്പ് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, അങ്ങ് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉടുമ്പ് മറുപടി പറഞ്ഞു. അത് തന്നെ അവിടുത്തെ നാവിൻ്റെ പ്രത്യേകതയാണ്. വമുഅ്ജിസത്തു ഉദ്നൈഹി, അവിടുത്തെ രണ്ട് ചെവിയുടെ പ്രത്യേകത അന്നഹു കാന യസ്മഉ മിനൽ ബഈദി, ദൂരെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ കഴിയുമായിരുന്നു. കമാ യസ്മഉ മിനൽ ഖരീബി, അടുത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നത് പോലെ. വയസ്മഉ വഹുവ നായിമുൻ, ഉറങ്ങുമ്പോഴും അവിടുന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു. കമാ യസ്മഉ വഹുവ യഖ്ളാൻ, ഉണർന്നിരിക്കുന്ന സമയത്ത് കേൾക്കുന്നത് പോലെ ഉറങ്ങുന്ന സമയത്തും കേൾക്കാൻ കഴിയുമായിരുന്നു. ഹൈസു ഖാല, ഒരു സന്ദർഭത്തിൽ ഖാലലിൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഐന ദഹബ് അല്ലദീ റഫഅതഹു ഇലാ ഉമ്മിൽ ഫضൽ, ഉമ്മുൽ ഫضലിന് കൊണ്ടുപോയി കൊടുത്ത ആ സ്വർണം എവിടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കെ സംഭവിച്ച ആ സംഭവത്തെ നേർക്കാഴ്ചയിൽ കണ്ടതുപോലെ ഉണർന്നതിന് ശേഷം ചോദിക്കുകയുണ്ടായി. വമുഅ്ജിസത്തു ലഹിരിഹി, അവിടുത്തെ മുതുകിൻ്റെ സവിശേഷത കാന ഖത്മുൻ നുബുവത്തി, നുബുവത്തിൻ്റെ മുദ്ര കബൈളത്തിൽ ഹമാമത്തി, മാടപ്രാവിൻ്റെ മുട്ട പോലെ. മക്തൂബുൻ, എഴുതപ്പെട്ടിരിക്കുന്നത്, ആ സീലിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, മുദ്രയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതപ്പെട്ടിട്ടുള്ള ഒരു സീല് അവിടുത്തെ മുതുകിൽ ഉണ്ടായിരുന്നു, മുദ്രണം ചെയ്യപ്പെട്ടുണ്ടായിരുന്നു. വമുഅ്ജിസത്തു സ്വദ്രിഹി, അവിടുത്തെ നെഞ്ചകത്തിൻ്റെ പ്രത്യേകത, മുഅ്ജിസത്ത്, മാനുഷികത, ഹീന റജഅ ലൈലത്തൽ ജിന്നി,
ജിന്നുകളോട് സംസാരിച്ച ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ മടങ്ങി വരുന്ന സമയത്ത് വകാനത്ത് ലൈലത്തൻ മുദ്ലിമത്തൻ, ഇരുട്ടുള്ള ഒരു രാത്രിയായിരുന്നു. വമഅഹു, കൂടെയുണ്ടായിരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഫറഫഅ റിദാഅൻ സ്വദ്രിഹി, തൻ്റെ നെഞ്ചകത്തുണ്ടായിരുന്ന തട്ടമെടുത്ത് മാറ്റിയപ്പോ ഫഅളാഅ ലി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അവിടെ പ്രകാശം കാണാനിടയായി. കൽ ഖമരി ലൈലത്തൽ ബദ്രി, 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെപ്പോലെയുള്ള ആ തിളങ്ങുന്ന കാഴ്ച കാണാനിടയായി. വമുഅ്ജിസതു യദിഹി, അവിടുത്തെ കയ്യിൻ്റെ അമാനുഷികത, വിശുദ്ധമായ കരം. ഒരു സന്ദർഭത്തിൽ റമാമിനത്തുറാബി, ആ വിശുദ്ധമായ കരങ്ങളെ കൊണ്ട് മണ്ണെടുത്തിട്ട് എറിയുകയുണ്ടായി. ഫഖാലത്ത്, എന്നിട്ട് അവിടുന്ന് മൊഴിഞ്ഞു, ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ് എന്ന് മൊഴിഞ്ഞപ്പോ ഫഅഅമ അബ്സാറഹും, കൂടിയിരുന്നവരുടെയൊക്കെ കണ്ണുകളെ അന്ധമാക്കി. ഫൻഹസമ അൽഫ റജുലിൻ മിനൽ കുഫാരി യൗമ ബദർ, ബദറിന്റെ ദിവസം ആയിരക്കണക്കിന് ആളുകളെ പരാജയപ്പെടുത്തിയത് അവിടുത്തെ കരങ്ങളെ കൊണ്ടുള്ള ഒരൊറ്റ ഏറുകൊണ്ടാണ്. വമുഅ്ജിസതു ബത്നിഹി, അവിടുത്തെ വയറിൻ്റെ പ്രത്യേകത, തബ്ലുഗുൽ അർളു ബൗലഹു വഗായിതഹു, തബ്ലുഗുൽ അർളു, ഭൂമി വിഴുങ്ങുമായിരുന്നു, അവിടുത്തെ വിസർജ്യങ്ങളെ വിഴുങ്ങുമായിരുന്നു. വമുഅ്ജിസതു റിജ്ലൈഹി, അവിടുത്തെ 2 കാലിൻ്റെ അമാനുഷികത, കാന ഖായിമൻ അലാ ജബലി സബീരിൻ ഔ ഹിറാ, ഒരു സന്ദർഭത്തിൽ ഹിറാ മലക്കുമുകളിൽ അല്ലെങ്കിൽ സബീർ മലക്കുമുകളിൽ നിൽക്കുന്ന അവസരത്തിൽ ഫതഹറക, ആ സമുദ്രം, ആ പർവ്വതമൊന്ന് ഇളകി. ഫഖാല, അപ്പം മുത്തു റസൂലുള്ള പറഞ്ഞു, ഉസ്കുൻ, നിൽക്കണം. ഫസക്കന, ഇളക്കം അവിടെ നിൽക്കുകയാണ്, നിശ്ചലമാവുകയാണ്. വമുഅ്ജിസതു അസ്വാബിഹി, അവിടുത്തെ വിരലുകളുടെ പ്രത്യേകത, ആ വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ അഷാറ ഇലൽ ഖമരി ലൈലത്തൽ ബദ്രി, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ചന്ദ്രനിലേക്ക് ചൂണ്ടിയപ്പോൾ ഫൻഷഖ നിസ്ഫൈനി, 2 പിളർപ്പായി അത് മാറി. ഫദഹബ നിസ്ഫുഹു ഇലാ യമീനി ഹിറാ, ഹിറാ പർവ്വതത്തിൻ്റെ വലതുഭാഗത്തേക്കും വനിസ്ഫുഹു ഇലാ ഷിമാലിഹി, ഹിറാ പർവ്വതത്തിൻ്റെ ഇടതിലേക്കുമായി 2 പിളർപ്പായി പൂർണ്ണചന്ദ്രൻ പിളർന്നു നിൽക്കുകയാണ്. ഫബഖിയ ഹിറാ നിസ്ഫൈനി, ഹിറാ പർവ്വതം അപ്പം ഇത് 2ൻ്റെയും ഇടയിലായി നിന്നു. വമുഅ്ജിസതു ശഅരിഹി, അവിടുത്തെ മുടിരോമങ്ങളുടെ പ്രത്യേകത, ഇതാ സനാസറ, അത് പൊഴിഞ്ഞു വീണു കഴിഞ്ഞാൽ ഫഹൽ മിസ്കു വൽ അംബറു മിൻ ശഅരിഹി, കസ്തൂരിയുടെയും അംബറിൻ്റെയും സുഗന്ധ പരിമളമുണ്ടാകുമായിരുന്നു ആ മുടിയിൽ നിന്ന്. വമുഅ്ജിസതു ജിൽദിഹി, അവിടുത്തെ രോമങ്ങളുടെ മുഅ്ജിസത്ത്, അമാനുഷികത, യുഖദുൽ അർഖു മിൻ ജബീനിഹി, അവിടുത്തെ നെറ്റിത്തടങ്ങളിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് ശേഖരിച്ചാൽ ഫയസീറു വർദ, പനനീർ സുഗന്ധമുള്ളതുപോലെയാകുമായിരുന്നു. വമുഅ്ജിസതു ളുഫ്രിഹി, അവിടുത്തെ നഖത്തിൻ്റെ അമാനുഷികത, അഖദത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു, അവിടുത്തെ വിശുദ്ധമായ നഖങ്ങളെടുത്തു.
വശദ്ദത്ത് ഫീ സിയാബിഹാ, വസ്ത്രത്തിൽ അതിനെ തുന്നിപ്പിടിപ്പിച്ചപ്പോ ഫസാറത്ത് ലുഅ്ലുഅതാ, അത് മുത്തുകളായി മാറി. ഫഖാല ലഹാ മിൻ ഐന ലക്കി ഹാദാ, എവിടുന്ന് ഈ മുത്ത് കിട്ടി എന്ന് ചോദിക്കപ്പെട്ടപ്പോ ഫഖാലത്ത് മിൻ അദ്ഫാരിക, മുത്ത് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ നഖത്തിൽ നിന്നാണ്. ഫതബസ്സമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകി. ഫഖാല അമാ അലിംതി, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അന്ന നഫ്സി കുല്ലഹാ, എൻ്റെ ശരീരമാസകലം ദുർറത്തുൻ വലുഅത്തുൻ, മുത്തുകളാണെന്ന് നിനക്കറിയില്ലേ. ഫഹാദിഹിൽ മുഅ്ജിസാത്ത്, ഈ സവിശേഷതകളാർന്ന മുഅ്ജിസത്തുകൾ ഒരു നബിക്കും മിനൽ അംബിയായി, ലോകത്ത് കഴിഞ്ഞുപോയ ഒരു നബിമാർക്കും ഉണ്ടായിട്ടില്ല. മുത്തു റസൂലുള്ളാന്റെ ലാഹിറിലുള്ള സവിശേഷതകളാണിതെങ്കിൽ അതിൻ്റെ ഉള്ളകങ്ങളിലുള്ള അമാനുഷികതകൾ എത്ര വലുതായിരിക്കും. അത് പറഞ്ഞാലൊടുങ്ങുകയില്ലെന്നു മാത്രമല്ല, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായത് മാത്രമായിരിക്കും. റബ്ബേ, മുത്ത് റസൂലുള്ളാന്റെ ദാത്തിനെ പ്രാപിച്ച സ്വഹാബാക്കളെപ്പോലെ അവിടുത്തെ ദാത്തിനെ പ്രണയിച്ചുകൊണ്ട് അവിടുത്തെ ദാത്തിൻ്റെ ഗുണങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഉമ്മത്തികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണേ. മഹാനരായ ഗൗസുൽ-ആലം തങ്ങളുപ്പാപ്പാൻ്റെ മുരീദന്മാരാക്കി ഞങ്ങളെ നീ കബൂലാക്കണേ. ഈ റബീഉൽ അവ്വലിൻ്റെ വസന്തമാസത്തെ ഞങ്ങളുടെ ആത്മീയതയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു മാസമാക്കി ഞങ്ങളെ നീ ഉയർത്തണേ. ഞങ്ങളുടെ ശൈഖ് തങ്ങളുപ്പാപ്പാൻ്റെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ. കാമിലായ ദിക്റിൻ്റെ വഴിയിൽ, ഖാദിരിയത്തിൻ്റെ വഴിയിൽ അവിടുത്തെ ഖദമിലായി എല്ലാ കാലത്തും ഞങ്ങളെ നീ ജീവിപ്പിക്കണേ. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.